ബേപ്പൂരിൽ PV അൻവർ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രഖ്യാപനം നടത്തുന്നതിന് തൊട്ടു പിന്നാലെ മണ്ഡലത്തിൽ ഔദ്യോഗിക പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് PV അൻവർ. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ പിന്നാലെ തൊഴിലാളി കൂട്ടായ്മകളും സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് അൻവർ. എന്നാൽ അൻവർ സ്ഥാനാർത്ഥിയായത് LDF വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് CPIM-ന്റെ നേതാക്കളും പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേർന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ ബേപ്പൂരിൽ PV അൻവർ ഇറങ്ങിയത് തന്നെ മരുമോനിസം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ്. ഒടുവിൽ ആ പ്രഖ്യാപനവും ആ പ്രചാരണവും ഒക്കെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രസിഡന്റ് അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ആ വാർത്ത ശരിവച്ചു, അംഗീകരിച്ചു. ഇനി അടുത്തത് മണ്ഡലത്തിൽ സജീവമാവുക, അത് തന്നെയാണ് PV അൻവറിന്റെ ലക്ഷ്യം, അല്ലേ? ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. PV അൻവർ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ തന്നെ ആയിരിക്കും ഇനി തുടങ്ങുക എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹം ബേപ്പൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളൊക്കെ മെല്ലെ തുടങ്ങിയെങ്കിൽ പോലും അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെ കാണുക, അങ്ങനെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരുന്നു കടന്നിരുന്നത്. ഇന്നലെ ഇപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്നത് സംശയത്തിനിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞതോടുകൂടി തന്നെ ഇനിയുള്ള കാര്യങ്ങൾ അതിന് ഒരു ഔദ്യോഗിക പ്രചരണത്തിന്റെ സ്വഭാവം വരും. PV അൻവർ ഇപ്പോൾ സ്വീകരിക്കുന്നത് കൂടുതൽ തൊഴിലാളികളെ കാണുക എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ, ഫാക്ടറികൾ, ഓട് വ്യവസായം, അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന അവരുള്ള വോട്ടൊക്കെയുള്ള ഒരു മേഖലയാണ്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് വേണ്ടി ഒന്നും LDF ചെയ്തിട്ടില്ല, മുഹമ്മദ് റിയാസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് നിരന്തരം ഉന്നയിച്ചു വരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ സജീവമായി, അത്തരം പ്രചരണങ്ങൾ കൂടുതൽ നടത്തുക എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. തൊഴിലാളി കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക, ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ അത് അവരുടെ പാർട്ടിയിൽപ്പെട്ട UDF-ലെ വിവിധ പാർട്ടിയിൽപ്പെട്ട അവിടുത്തെ പ്രാദേശിക നേതാക്കൾ, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മറ്റ് വ്യക്തികൾ, അവരെയൊക്കെ പോയി കണ്ട് പിന്തുണ തേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ തവണ ബേപ്പൂരിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് PV അൻവർ പറയുന്നത്. പക്ഷേ മണ്ഡലത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് 1980-ൽ മാത്രമാണ് അവിടെ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത്. അതിനുശേഷമെല്ലാം CPM ആണ് വിജയിച്ചിട്ടുള്ളത്. അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഉറച്ച കോട്ടയാണ് ബേപ്പൂർ. അത് അത്ര എളുപ്പത്തിലൊന്നും ആർക്കും പൊളിക്കാൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസം LDF-നുണ്ട്, CPM-നുണ്ട്. അതുതന്നെയാണ് അവരെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് PV അൻവർ വന്നതുകൊണ്ടൊന്നും ഇവിടെ പ്രത്യേകിച്ച് സംഭവിക്കാനില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം LDF-നകത്തുണ്ട്. പക്ഷെ അൻവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി നിൽക്കുന്ന ഭരണത്തിലുള്ള ഒരു പാർട്ടിയുടെ അവർക്കെതിരെ ഒരു ജനവികാരമുണ്ട്. അതിന് പുറമെ മുഹമ്മദ് റിയാസിനെതിരെ ഒരു ജനവികാരമുണ്ട്. അപ്പോൾ അതൊക്കെ തനിക്ക് ഗുണകരമായി തീരുമെന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ PV അൻവർ തന്നെയായിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബേപ്പൂരിൽ അൻവർ വേഴ്സസ് മുഹമ്മദ് റിയാസ് എന്ന നിലയിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറങ്ങുന്നതും PV അൻവർ ആയിരിക്കും. ഓക്കെ പ്രസാദ് പറഞ്ഞ പോലെ നമുക്കിനി വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയാണ് ഈ പ്രചാരണമൊക്കെ പോകുന്നത് എന്ന്.